നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിക്ക്. അപ്പോൾ നിസാം ബഷീറിന്റെ ഡയറക്ഷനിൽ പൃഥ്വിരാജിന്റെ ഐ നോബഡി കണ്ടു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗംഭീര പടമായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ കഥയേക്കാൾ ഉപരി ഈ എന്താ പറയാ ടെക്നിക്കൽ സൈഡ്സ് ആണ് കൂടുതൽ പടത്തിന്റെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ടെക്നിക്കൽ പ്ലസ് ആക്ടേഴ്സിന്റെ ആക്ടിങ് ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. ഒന്നും പറയാനില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി അതിനെ പോർട്രേ ചെയ്തിരുന്നത്. ഒരു നോബഡി ആയിട്ട് എങ്ങനെയാണ് പിന്നീട് അയാൾക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ്, അയാള് അനുഭവിക്കുന്ന കുറെ മെന്റൽ ട്രോമാസ് ഉണ്ട്. ഇതെല്ലാം ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാർവതി പാർവതി ഒരു എന്താ പറയാ ആളുടെ ഭാര്യയാണെങ്കിലും ആ ഈ പാർവതിയുടെ മനസ്സിനും എന്താ പറയാ ഒരു ഒരു ഉള്ളില് കുറേ സങ്കടങ്ങളുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഓൾറെഡി എന്താ പറയാ ഇങ്ങേര് കാരണം, അതായത് പൃഥ്വിരാജ് കാരണം കുറെ ഇതിന് മുന്നുണ്ടായ പ്രശ്നങ്ങളാൽ ആള് ഭയങ്കര ഫെഡപ്പാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ കുറെ ഇങ്ങനെ നമ്മൾ സാധാരണക്കാരാണെങ്കിൽ സ്റ്റണ്ടായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇത് നമുക്ക് അഭിനയിക്കാനൊന്നും തോന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ്. അഭിനയിക്കുകയാണെന്ന് തോന്നില്ല, എന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ആ ക്യാരക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു പടത്തിന്റെ. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് രണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, നക്ഷത്ര ആൻഡ് ഇറ ഇസ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് നക്ഷത്ര അടിപൊളിയാണ്. ഇറ ഇസ എന്നുള്ള കൊച്ചുകുട്ടിയുണ്ട്, ഒരു ചെറിയ കുട്ടി, രണ്ടാമത്തെ കുട്ടി, അതായത് പൃഥ്വിരാജ്, പാർവതി, ഇവർ രണ്ടുപേരുടെ ഇളയ കുട്ടി. ആ കുട്ടി ജസ്റ്റ് ഓസം, ഗംഭീരമായിരുന്നു ആ കുട്ടി. ഒരു ഒരു എന്താ പറയാ ഒരു ക്യാമറേനെ ഒരു പേടി പോലും ഇല്ലാണ്ട് ജസ്റ്റ് ഇഴുകി ചേർന്ന് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അഭിനയിച്ചത് സിനിമയില്. സ്റ്റാർട്ട് ടു എൻഡ് ഒരു കുലുക്കമില്ല കുഞ്ഞിന്. എനിക്ക് പേഴ്സണലി ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ ആക്ടിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നക്ഷത്ര എന്ന് പറഞ്ഞ കുട്ടി, മൂത്ത കുട്ടി, ഇങ്ങനെ ഒരു ഒരു ആൾക്കൊരു ഒരു ഒരു സ്റ്റണ്ട് ആയിട്ടുള്ള ഫേസ് ആണ് എപ്പോഴും. ആൾക്കതിന് അധികം ചില ചില നോട്ടങ്ങള്, അങ്ങനെ ആൾക്കും കുറച്ച് ട്രോമാസ് ഉണ്ട്. ഇവരുടെ ഒരു ഹോൾ ഫാമിലിക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. ഈ അതിൽ നിന്ന് അത് മീൻസ് ഈ ഫാമിലിക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് കൂടാതെയാണ് പൃഥ്വിരാജ് വേറൊരു ഇഷ്യൂവിൽ ചെന്ന് പെടുന്നത്. അതായത് പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിത്തിൻ ഒരു പടത്തിന്റെ ഒരു 2 മിനിറ്റും അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിനുള്ളിൽ നമ്മൾ പടത്തിലിട്ട് എൻഡാവും. എൻഡല്ല, മീൻസ് ഇന്നാവും. ആക്ച്വലി ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒരു ഫുന്ന് പറഞ്ഞൊരു പോക്കാണ് പടം. ഫസ്റ്റ് ഹാഫ് വരെ ഒരു 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 അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. ഫസ്റ്റ് തന്നെ ഒരു ഹൈസ്റ്റ് നടക്കുന്നു, അതിലറിയാതെ പൃഥ്വിരാജ് പെട്ടുപോകുന്നു. അത് ഓൾറെഡി ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് എന്തൊക്കെ സംഭവിക്കും, ഇയാൾ ഈ ഹൈസ്റ്റിൽ പെട്ടു, എന്തുകൊണ്ടാണ് പെട്ടത്, എങ്ങനെ പെട്ടു, ഇയാൾ എന്താ പറയാ ഒരു ബാങ്ക് ഹൈസ്റ്റ് ആണ് ആക്ച്വലി. അപ്പൊ ഈ ബാങ്ക് ഹൈസ്റ്റിൽ വന്ന് പെടാൻ കാരണമുണ്ട് അയാൾക്ക്. അപ്പോൾ എന്തായിരുന്നു ആ കാരണം, അതിൽ നിന്ന് ഇയാള് പിന്നീട് സമൂഹത്തിന്റെ മുന്നിൽ എന്തായി തീരുകയാണ്. പിന്നീട് അയാൾക്ക് എന്താ പറയാ അയാൾക്കുണ്ടാവുന്ന ട്രോമകള്, പിന്നീട് അയാൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു മോബ് മെന്റാലിറ്റിയുടെ ഭാഗമായി പെട്ടുപോവാണ് അങ്ങേര്. അതിനകത്ത് ഈ ജിജോയ് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് നടൻ അഭിനയിച്ചിട്ടുള്ള ഈ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, ഓൺലൈൻ ന്യൂസ് മീഡിയാസ്, അതിനെയൊക്കെ ചെറുതായിട്ട് അവര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, പല നടൻ മലയാളി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഓൺലൈൻ മീഡിയാസ് ഇവരെ, അതായത് റിയാക്ട് ചെയ്യുമല്ലോ, കൂടുതലും റിയാക്ഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ ഇൻസ്പയർഡ് ആയിട്ട് അവര് ഇയാളെ പിന്തുടരുന്നു. അങ്ങനെ 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 ഒരു ഒരു റോളർ കോസ്റ്റ് പോലെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഇതിന്റെ ടെക്നിക്കൽ സൈഡാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഡയറക്ഷൻ. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയറക്ടർ എന്താണോ, അതായത് മീൻസ് റൈറ്റർ സമീർ അബ്ദുൾ എന്ന് പറഞ്ഞിട്ടുള്ള റൊഷാക്കിന്റെ തന്നെ റൈറ്റർ ആയിട്ടുള്ള ആളാണ് ഇതും റൈറ്റ് ചെയ്തേക്കുന്നത്. ആള് എന്താണ് എഴുതി വെച്ചാൽ അതിന്റെ ഒരു 2 സ്റ്റെപ്പ് മേളിലാണ് നിസാം അതിനെ ഡയറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൂടാതെ തന്നെ പടത്തിന്റെ എഡിറ്ററും DOP, ഇവര് 2 പേരും
രണ്ടുപേരെന്നല്ല, അതിന്റെ ആ ഒരു വിഷ്വൽ ക്ലാരിറ്റി തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? പിന്നീട് ഇതിനെല്ലാം മൂടി ചേർത്തിട്ട് ജേക്സ് വിജയുടെ മ്യൂസിക് എല്ലാം കൂടി ഉണ്ടല്ലോ, ഒരു 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 ഗംഭീര സാധനമായിരുന്നു. ഞാൻ ആക്ച്വലി സിനിമയ്ക്ക് കേറി 2 മിനിറ്റിൽ പടം ഇന്നായി പിന്നെ ഒരൊറ്റ പോക്കായിരുന്നു ഫസ്റ്റ് ഹാഫ് വരെ. ഫസ്റ്റ് ഹാഫിന്റെ ആ ഇന്റർവെല്ല് നിർത്തണത് തന്നെ ഒരു ഗംഭീര ഷോട്ട് വെച്ചിട്ടാണ്. അതും അയ്യോ, അതൊക്കെയാണ് മറ്റേ ഒരു ഡയറക്ടറുടെ ഒരു എന്താ പറയാ, ഒരു ഡയറക്ടറുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഷോട്ടായിരുന്നു ആ ഇന്റർവെൽ ഷോട്ട്. ഇന്റർവെൽ ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ഗംഭീരമായിട്ടാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. അത് ഭയങ്കര. പിന്നെ പിന്നീട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മെയിൻ ആയിട്ട് ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകൾ, ഗംഭീര ആക്ഷൻ സീക്വൻസുകളാണ്. ലാസ്റ്റ് ഒരു ബസ്സിലൊക്കെ നിന്നിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്, സൂപ്പർ ഫൈറ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പൃഥ്വിരാജ് ഈ പടത്തിൽ. അത് ഔട്ട് ആൻഡ് ഔട്ട്. പിന്നീട് പൃഥ്വിരാജിനെ കൂടാണ്ട് മറ്റു അഭിനേതാക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഹക്കീം ഷാ ഉണ്ട്, പിന്നെ ശങ്കർ രാമകൃഷ്ണൻ മൂപ്പരുണ്ട്, മധുപാൽ ഉണ്ട്, പിന്നീട് മെയിൻ ആയിട്ടുള്ള ആള് അശോകൻ. അശോകനൊക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ സ്റ്റൈലും ഒരു ചെറിയ വക്കിമീശയൊക്കെ വെച്ചിട്ട് ഒരു പഴയ ആളുടെ ഒരു ഒരു അപ്പിയറൻസും എല്ലാം എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. അതായത് ഒരു പറ്റ ആൾക്കാരുണ്ട്, ഇത് കൂടാണ്ട് കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസും ഉണ്ട്. വിജയരാഘവൻ വരുന്നുണ്ട്, പിന്നെ നന്ദു, സുധി കോപ്പ, സഞ്ജു ശിവറാം, പിന്നെ ഖാലിദ് റഹ്മാൻ ഡയറക്ടറായിട്ടുള്ള ഇവരൊക്കെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ജസ്റ്റ് വന്നു, ഒരു 2-3 സീൻ ഉണ്ടായി, 2 സീനോ 3 സീനോ കഷ്ടി ഉണ്ടായി, കുറച്ച് അത് കഴിഞ്ഞ് അവര് പോകുന്നു. അങ്ങനെ ഇവരെക്കാൾ ഉപരി ഹോൾ മൂവി ഒരു ടോട്ടൽ ഡയറക്ടർ പാക്കേജ് പോലെ എനിക്ക് തോന്നി. നമ്മൾ ഇതിനകത്ത് ഈ സിനിമയ്ക്ക് വേറെ പ്രോബ്ലം ഉണ്ട്. നമ്മൾ കൂടുതൽ ഇതിങ്ങനത്തെ ഒരു തീമാണ്. ഇതിനകത്ത് കൂടുതൽ നമ്മൾ ലോജിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പടം വർക്കാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്കുണ്ട്. അത് ഞാൻ ആദ്യമേ പറയാം. ലോജിക്ക് ആഡ് ചെയ്ത് നമ്മൾ ലോജിക്കലി ചിന്തിച്ച് ഇതെന്ത് ഇങ്ങനെ നടക്കുന്നത്, അത് ഇങ്ങനെ നടക്കുമോ, ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റണേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി ഒരിക്കലും വർക്കാവില്ല ഈ സിനിമ. കാരണം നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു സുഖമില്ല, അങ്ങനെ അതൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു എന്റർടൈൻമെന്റ് മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് സിനിമ കയറി ഒരു ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കൊരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ഫീൽ ആയിരുന്നു. ജേക്സ് ബിജു ഇതിനകത്ത് ഹിന്ദിയിൽ പാട്ട് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എന്താ പറയാ റാപ്പ് വന്നിട്ടുണ്ട്, അത് കൂടാണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു ഗംഭീര ഔട്ട്പുട്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് എല്ലാം കൊണ്ടും ഒരു ഒരു അടിപൊളിയായിരുന്നു. ലാസ്റ്റ് കുറച്ച് ലാഗ് വരുന്നുണ്ട്, ഇല്ലെന്നല്ല. ഒരു ക്ലൈമാക്സ് പോർഷനോടൊക്കെ അടുത്ത് മീൻസ് ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ മുന്നേ കുറച്ചൊരു ഒരു എൻഗേജിങ് കുറച്ച് സീൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിന്റെ ഒരു എൻഡിങ് വരുമ്പോൾ കുറച്ച് ലാഗ് വരുന്നുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇതെല്ലാം ഈ ഇതിന് മുന്നുണ്ടായ ഇഷ്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതാണ്. അങ്ങനെ കാണാൻ ശ്രമിച്ചാൽ ചെറുതാണ് ആക്ച്വലി. അതല്ലാതെ നമ്മളിപ്പോ ഇതിനെ ഒരു കുറ്റം പറയാണ് എന്നൊരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറ്റം ഇഷ്ടം പോലെ കണ്ടെത്താൻ പറ്റും. മൈനസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ ഒന്നും വർക്കാവില്ല. ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും ഇഷ്യൂസ് ഒരേ സമയം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇവന്റ് ബൈ ഇവന്റ് ഇയാൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അറിയാതെ ഒരു എന്താ പറയാ ഒരു 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 എടുത്തുചാട്ടത്തിന്റെ പുറത്ത് പുള്ളി ചെന്ന് പെടുന്നതാണ് ബാങ്കിൽ. പക്ഷേ അവിടുന്ന് പുള്ളിക്ക് ഉണ്ടാവുന്ന ട്രോമകള് അതിനേക്കാൾ ഏറെയാണ്. പക്ഷേ എന്തൊക്കെയായാലും ലാസ്റ്റ് വരുമ്പോൾ അതെല്ലാം ഒരു ശുഭമായിട്ട് പര്യവസാനിച്ചു എല്ലോ എന്ന് മീൻസ് ശുഭമായിട്ട് പര്യവസാനിച്ചല്ലോ എന്നൊരു ആശ്വാസത്തില് നമുക്ക് എന്താ പറയാ ഈ പടത്തിന് ഒരു എന്നോട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതിൽ കൊണ്ടു നിർത്തിയതില് അയ്യോ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഈ ഫസ്റ്റ് ഹാഫിലെ ഇത്രയും സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്യൂ ഇവര്, എങ്ങനെ, എന്ത് ഇനി ഇനി അടുത്തത് എന്ത്, അതായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ അതിനും അവരൊരു ഓപ്ഷൻ ഉണ്ടാക്കി, അതിനകത്ത് കുറെ ഇഷ്യൂസ് ആഡ് ചെയ്തു. അതിൽ നിന്നും ഊരിപ്പോരാൻ ശ്രമിക്കുന്ന ആള് പിന്നീട് നാട്ടുകാരുടെ ഇടയിൽ പെട്ടുപോകുന്നതും എല്ലാം കൊണ്ടും പുള്ളി ഇങ്ങനെ സ്റ്റക്കാവാണ്. വേറെ നമുക്ക് എന്താ പറയാ, നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു
ആളെ കണ്ടിട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരാളാണ്. പിന്നെ ഇത് കൂടാതെ ഇപ്പത്തെ എന്താ പറയാ, ഇപ്പത്തെ ജനറേഷനിൽ നടക്കുന്ന കുറെ ഇഷ്യൂസിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഇവര് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിവാഹ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ ഓൺലൈൻ മീഡിയാസിന്റെ കടന്നുകയറ്റം, എല്ലാം എല്ലാം ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും. എന്നാൽ അത് ഒരു വൾഗറായിട്ടോ ഓവറായിട്ടോ ഒന്നും കാണിക്കാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് എല്ലാ ഇഷ്യൂവിനും ടച്ച് ചെയ്ത് പോവുക എന്നൊരു എന്നൊരു ഇതാണ് അവര് സിനിമയിൽ എടുത്തേക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് ആ സിനിമയുടെ ആ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങൾ ലോജിക്കലി ഭയങ്കരമായിട്ട് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗംഭീര ഒരു വാച്ചായിരിക്കും ഈ സിനിമ. അല്ലാതെ നമ്മൾ ഓവറായിട്ട് അയ്യോ അതെന്ത് ഇങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും വർക്കാവില്ല. കാരണം അതൊഴിച്ച് ആ ഈ ഒരു ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലോജിക്കലി എന്നുള്ള ഒരു സംഭവത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗംഭീര ഡയറക്ഷനാണ്, ഗംഭീര മ്യൂസിക്കാണ്, അത്യാവശ്യം ഗംഭീര എഡിറ്റിംഗ് ആണ്, ആക്ടിങ് ഒരു രക്ഷയില്ല. പൃഥ്വിരാജും പാർവതിയും ആ കുഞ്ഞു പിള്ളേര് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അഭിനയിച്ചു പോകുന്നത്. അത് ചില സാധനങ്ങളൊക്കെ നമുക്ക് ഗംഭീര സാധനങ്ങളുണ്ട് ഇവരുടെ. പൃഥ്വിരാജിന്റെ ആയിക്കോട്ടെ, പാർവതി തിരുവത്തിന്റെ ആയിക്കോട്ടെ, ഒരു ലാസ്റ്റ് ഒരു കീറുണ്ട് എന്റെ മോനെ. അതൊക്കെ അയ്യോ, അത് നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു ഗുഡ് വാച്ചാണ് സിനിമ ഞാൻ പറയുകയാണെങ്കിൽ. അത് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. കഥയും അത്യാവശ്യം ഓക്കെയാണ്. ഇങ്ങനെ ഒരു കഥ അവരത് ഉണ്ടാക്കി അതിന് ഇത്രയും സ്ക്രീൻ പ്ലേ ചെയ്ത് അതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ത്രെഡിനെ ഡയറക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച്. അത് മാത്രമേ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ആക്ച്വലി നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന സിനിമയാണ് ഐ നോബഡി. അതുകൊണ്ട് തന്നെ ഈ ആക്ടേഴ്സ് ആൻഡ് ക്രൂവിനോട് ഞാൻ അടിപൊളി താങ്ക് യു ഫോർ ദ എക്സ്പീരിയൻസ്. ആക്ച്വലി ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മേക്ക് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഭിനയം, എല്ലാം കൊണ്ടും ഒരു പൈസ വസൂലായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. ഈ സിനിമ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നി എന്നുള്ളത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.